ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 17/2025. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം പട്ടിക ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ് നോക്കാം. രാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ചുമതലകൾ പരാമർശിക്കുന്നു. ഗോത്ര മേഖലകളിലെ ഭരണ സംവിധാനങ്ങളെ പരാമർശിക്കുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിരിക്കുന്ന അധികാര വിഭജനം പരാമർശിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ പരാമർശിക്കുന്നു. ഇതിൽ ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് സി ആണ്. ലിസ്റ്റുകളെ കുറിച്ചാണ്. അതായത് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമായി നൽകിയിരിക്കുന്ന അധികാര വിഭജനങ്ങളെ കുറിച്ചിട്ടുള്ള പരാമർശമാണ് പട്ടിക 7 പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കറിന് ലഭ്യമായ അംഗീകാരങ്ങളിൽ ചിലതാണ് താഴെ നൽകിയിരിക്കുന്നത്. ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായിട്ടുള്ള എല്ലാം തന്നെ ശരിയാണ്. എന്തൊക്കെയാണ്? കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അംഗീകാരമായ ലോറസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കറാണ്. അപ്പോൾ കായിക ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന അവാർഡ് ഏതാണ്? ലോറസ് പുരസ്കാരമാണ്. അത് കിട്ടിയ ആദ്യ ഇന്ത്യക്കാരൻ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഓണററി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പദവി ലഭിച്ച ആദ്യ വ്യക്തിയും ഇദ്ദേഹമാണ്. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മുഴുവൻ സമയ കായിക താരവും സച്ചിൻ ടെണ്ടുൽക്കറാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നാഷണൽ ഐക്കൺ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരവും ഇദ്ദേഹമാണ്. ആൻസർ എല്ലാം ശരിയാണ്. കേരളത്തിലെ ചില പ്രശസ്ത കലാരൂപങ്ങളും അവയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരുടെ പേരുകളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായ ജോഡികൾ കണ്ടെത്താനെന്നാണ് പറയുന്നത്. ഇതിൽ ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അതായത് കേരള നടനം ആരാണ്? ഗുരു ഗോപിനാഥാണ് കേരള നടനവുമായിട്ട് ബന്ധപ്പെട്ട ആള്. അടുത്തത് യക്ഷഗാനം ആരാണ്? യക്ഷഗാനം പാർത്ഥിസുബ്ബയാണ് യക്ഷഗാനത്തിൽ പ്രസിദ്ധനായത്. ചവിട്ടുനാടകം ചിന്നത്തമ്പിപ്പിള്ളയാണ് ചവിട്ടുനാടകത്തിൽ പ്രശസ്തനായിട്ടുള്ളത്. കൂടിയാട്ടത്തിൽ ആരാണ്? ഗുരുമണി മാധവ ചാക്യാറാണ് കൂടിയാട്ടം ഗുരുമണി മാധവ ചാക്യാർ. ചിന്നത്തമ്പിപ്പിള്ള ഏതാണ്? ചവിട്ടുനാടകമാണ്. കേരള നടനം ഗുരു ഗോപിനാഥ്. യക്ഷഗാനം പാർത്ഥിസുബ്ബ. അപ്പോൾ ആൻസർ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അടുത്ത ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ തടികൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണിത്. ലോകത്തിലെ ആദ്യത്തെ തടികൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹം ഏതാണ്? ലിഗ്നോസാറ്റാണ്. ഈ വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. നവംബർ 5 ഇത് വിക്ഷേപിച്ചത്. ഈ ലിഗ്നോസാറ്റ് വിക്ഷേപിച്ചത് 2024 നവംബർ 5. ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇതിൽ ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ. സി ആണ് ആൻസർ. ആൻസർ സി ആണ് ആൻസർ. ലോക നഗര ദിനത്തിൽ യുനെസ്കോ അതായത് 2023 പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ച കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? കോഴിക്കോടാണ് ആൻസർ. സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചത്. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? സംസ്ഥാന കുടുംബശ്രീ മിഷൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് തിരികെ സ്കൂളിലേക്ക് എന്ന് പറയുന്നത്. തിരികെ സ്കൂളിലേക്ക് കുടുംബശ്രീ മിഷന്റെ ആണ്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ അതായത് ശരിയായ ആശയങ്ങൾ തിരിച്ചറിയുക. ഇതിൽ ബി ആണ് ആൻസർ. 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 2ഉം 3ഉം എന്തൊക്കെയാണ്? താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെ പുതിയ പേരെന്താണ്? ദർബാർ ഹാളിൻ്റെ പുതിയ പേരാണ് ഗണതന്ത്ര മണ്ഡപം. ചുവടെ നൽകിയിരിക്കുന്ന തീമുകൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക എന്നാണ്. 2024 ബന്ധപ്പെട്ടതായിരുന്നു ഇത്. പക്ഷേ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്.
സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? എ ആണ് ആൻസർ. ചലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിൽ റാബിയുടെ ശരിയായ വിളയിറക്കൽ കാലം ഏതാണ്? നവംബർ മധ്യത്താണ് റാബി വിളയിറക്കുന്ന കാലം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? കോട്ടണോപോളിസ് മുംബൈയാണ് കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഇന്ത്യൻ നഗരമാണ് മുംബൈ. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്കുശാല ഏതാണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കേലയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ആണ്. 1959 ഏത് വിദേശ രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ്? ജർമ്മനിയുടെയാണ്. ഭിലായിയും 1959 തന്നെയായിരുന്നു. ദുർഗാപൂർ ആകുമ്പോൾ 1962 സ്ഥാപിതമായത്. ബൊക്കാറോ 1964. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ 6 വഴിപ്പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിരിക്കുന്ന റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ബി ആണ് ആൻസർ. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? ആൻസർ വരുന്ന എ ആണ്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് എന്നീ പ്രദേശങ്ങൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? ത്രിഭാഷ പദ്ധതി നടപ്പിലാക്കണം എന്നുള്ളത് തെറ്റാണ്. എന്തൊക്കെയാണ് ഈ DS കോത്താരി കമ്മീഷൻ ശുപാർശ ചെയ്ത് എന്തൊക്കെയാണ്? 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം, സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം, മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നിവയൊക്കെയാണ് കോത്താരി കമ്മീഷൻ ശുപാർശ ചെയ്തത്. എന്നായിരുന്നു കോത്താരി കമ്മീഷൻ വന്നത്? 1964 കോത്താരി കമ്മീഷൻ. ഇനി ഈ ത്രിഭാഷ പദ്ധതി ആരുടെയായിരുന്നു? ത്രിഭാഷ പദ്ധതി മുന്നോട്ട് വെച്ചത് ആരാണ്? മുതലിയാർ കമ്മീഷനാണ്. 1952 മുതലിയാർ കമ്മീഷൻ. അടുത്ത് കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? ഏതാണ്? പറവൂർ. തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ നിന്നും ലഭിക്കുന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി താഴെ പറയുന്നവയിൽ ഏതാണ്? ലിഗ്നൈറ്റ് ആണ്. ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് ഇവിടെ നിന്നും ലഭിക്കുന്നത്. സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. കുമാരഗുരുദേവൻ സമത്വ സമാജം എന്നാണ് പറയുന്നത്. കുമാരഗുരുദേവനാണോ സമത്വ സമാജം? അല്ല. അപ്പം ഇതിനകത്ത് ശരിയായിട്ടുള്ളത് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. പണ്ഡിറ്റ് KP കറുപ്പനാണ് അരയ സമാജം. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായ 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരായിരുന്നു? ആനി ബസന്റ് ആണ്. ആനി ബസന്റ് എന്നാണ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചത്? 1893. അടുത്ത ക്വസ്റ്റ്യൻ. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം എന്തായിരുന്നു? ചൗരി ചൗരാ സംഭവമായിരുന്നു. ഇത് എന്നായിരുന്നു? 1922. 1922 ചൗരി ചൗരാ സംഭവം നടന്നത്. അടുത്ത എന്താണ്? 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ടത് ആരെയായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമനെയായിരുന്നു. ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലോകമാന്യ ബാലഗംഗാധര തിലകനാണ് ലോകമാന്യ എന്നറിയപ്പെട്ടത്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിൻ്റെ സ്ഥാപകൻ. ഇന്ത്യൻ
സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരായിരുന്നു? അപരീന്ദ്രനാഥ ടാഗോർ ആണ്. അപരീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി 1950 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം ഏതാണ്? പുതിയ രൂപമാണ് നീതി ആയോഗ്. അടുത്ത പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാരാണ്? ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാരായിരുന്നു? ഫസൽ അലി. ആരാധന സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങളുടെ സ്വാധീന ഫലമായി തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ്? 1936 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിപ്പിച്ച വർഷം. 1936 നവംബർ 12. മലബാറിൽ എന്നായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്? മലബാറിൽ 1947 ജൂൺ 2 കൊച്ചിയിലാവുമ്പോൾ 1947 തന്നെയാണ്, ഡിസംബർ 20. മലബാറിൽ 1947 ജൂൺ 2, കൊച്ചിയിൽ 1947 ഡിസംബർ 20, തിരുവിതാംകൂറിലാവുമ്പോൾ 1936 നവംബർ 12. ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടപ്പിലാക്കിയത്? ചിത്തിര തിരുനാൾ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഉൾപ്പെടാത്തത് ഏതാണ്? വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നുള്ളതാണ്. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് നിലവിലുള്ള രാജ്യം ഏതാണ്? ശ്രീലങ്ക. ഇന്ത്യൻ പ്രസിഡന്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്തരിച്ചപ്പോൾ പ്രസിഡന്റ് പദം ഏറ്റെടുത്ത ആരായിരുന്നു? ബാസപ്പ ദാസപ്പ ജട്ടി. അതായിരുന്നു ആൻസർ സി. അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന അനുച്ഛേദമാണ് ഇടിയാണ് അനുച്ഛേദം 51(4). ബി. അടുത്ത 35. രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഇവർക്കൊക്കെ ഉള്ള ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 97 ആണ്. ആർട്ടിക്കിൾ 97 പരാമർശിക്കുന്ന എന്താണ്? രാജ്യസഭയുടെ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, ലോക്സഭയുടെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നിവരുടെ ശമ്പളം, ഭത്ത ഇവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 97. തെറ്റായ പ്രസ്താവനയെ കണ്ടെത്തുക. ഇതിന് തെറ്റായിട്ടുള്ളത് ഏതാണ്? എ ആണ്. ഹൈക്കോടതിയിലെ ജഡ്ജിയുടെ കർത്തവ്യ പെരുമാറ്റത്തെ പറ്റി സംസ്ഥാന നിയമനിർമ്മാണ സഭയിൽ ചർച്ചയാകാം എന്നുള്ളത് തെറ്റാണ്. ശരിയായിട്ടുള്ള ഏതാണ്? നിയമസഭയിലെ അംഗമായി തിരഞ്ഞെടുക്കുവാൻ ഒരു അവിമുക്ത നിർധനനായിരിക്കുവാൻ പാടില്ല. ഗവർണറുടെ ശമ്പളവും ഭത്തയും സഞ്ചിത നിധിയിൽ ഉൾപ്പെട്ടതാണ്. അത് കറക്റ്റാണ്, സഞ്ചിത നിധിയിലാണ് ഉൾപ്പെട്ടത്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് ശമ്പളം പാർലമെന്റ് നിയമം വഴി തീരുമാനിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശ കമ്മീഷന്റെ ഘടന എങ്ങനെയാണ്? വിവരാവകാശ കമ്മീഷന്റെ ഘടന ആൻസർ വരുന്നത് സി ആണ്. ആരൊക്കെയാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, കമ്മീഷണർ, സെക്രട്ടറി, നിയമവിദഗ്ധർ, ധനകാര്യ വിദഗ്ധർ, ജോയിന്റ് സെക്രട്ടറി, സെഷൻ ഓഫീസർ എന്ന ക്രമമാണ്. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷണറാണ് ശ്രീ വി ഹരിനായറാണ്. വിവരാവകാശ കമ്മീഷൻ കേരളത്തിലെ. ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് എവിടെയാണ്? ഉദ്ഘാടനം നടന്നത് NH 66 മുംബൈ ടു ഗോവ.
സമൂഹത്തിലെ ഭൗതിക സ്വത്തുക്കളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിന് ഏറ്റെടുത്ത് പൊതു നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഭരണഘടനാ അനുച്ഛേദമാണ് ഡി ആണ്, അനുച്ഛേദം 30B. അനുച്ഛേദം 30B. കേരളത്തിലെ സ്ഫടികമണൽ സമ്പന്നമായത് എവിടെയാണ്? ആലപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ് ജലവൈദ്യുത പദ്ധതി. ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം 34ആണ്. പൂക്കോട്ട് തടാകം എവിടെയാണ്? വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? സി ബാലകൃഷ്ണനാണ്. സി ബാലകൃഷ്ണൻ. അടുത്ത കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലട. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ട് കായൽ. അയ്യങ്കാളി ജനിച്ച ജില്ല ഏതാണ്? തിരുവനന്തപുരം. വെങ്ങാനൂരിൽ. ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാണ്? ഗിഫോർഡാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ടത്. വാഗൺ ട്രാജഡി നടന്ന വർഷം ഏതാണ്? വാഗൺ ട്രാജഡി ക്യാൻസലായിരുന്നു. അടുത്ത് പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകനാണ് വി ടി ഭട്ടതിരിപ്പാട്. താഴെ പറയുന്നതിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? പാലിയം സത്യാഗ്രഹമാണ്. പാലിയം സത്യാഗ്രഹം. എത്രാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് 1920 മഞ്ചേരിയിൽ നടന്നത്? 1920 മഞ്ചേരിയിൽ നടന്ന അഞ്ചാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനമാണ് മഞ്ചേരിയിൽ 1920 നടന്നിട്ടുള്ളത്. ടോട്ടൽ എത്ര എണ്ണം നടന്നിട്ടുണ്ട്? 5 എണ്ണമാണ് നടന്നിട്ടുള്ളത്. 5 സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. 1916 പാലക്കാടായിരുന്നു. 1917 കോഴിക്കോടായിരുന്നു. 1918 തലശ്ശേരി വെച്ച് നടന്നു. 1919 വടകര. 1920 മഞ്ചേരി. കസ്തൂരി രംഗാറായിരുന്നു അധ്യക്ഷം വഹിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന നവോത്ഥാന നായകരിൽ ഒരേ വർഷം ജനിച്ചവർ ആരെല്ലാമാണ്? ഒരേ വർഷം ഡോക്ടർ പൽപ്പു അയ്യങ്കാളി. എ ആണ് ആൻസർ. ഡോക്ടർ പൽപ്പു അയ്യങ്കാളി. താഴെ കൊടുത്തിരിക്കുന്നതിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരം ഏതാണ്? കാസർഗോഡ് ജില്ലയിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം. കയ്യൂർ സമരം എന്നായിരുന്നു? 1941 കയ്യൂർ സമരം. ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നേതൃത്വം നൽകിയ വനിത ആരാണ്? മലബാറിലാണെങ്കിൽ എ വി കുട്ടിമാളു അമ്മ. അടുത്ത ക്വസ്റ്റ്യൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആരായിരുന്നു? കുമാരഗുരുദേവൻ. അപകടത്തിൽ ഒരു വ്യക്തിയുടെ സെറിബെല്ലത്തിന് തകരാറ് സംഭവിച്ചു. ഇത് ആ വ്യക്തിയെ എങ്ങനെ ബാധിക്കുന്നു? സെറിബെല്ലം ആണെങ്കിൽ ശരീര തുലന നില പാലിക്കപ്പെടുന്നില്ല. അതാണ് സെറിബെല്ലം. ഇനി ശരിയായ ജോഡി കണ്ടെത്തുക. ജൈവവൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു വാൾട്ടർ ജി റോസൻ. അതാണ് കറക്റ്റ് ആൻസർ, ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. അസ്ഥികളെ പൊതിഞ്ഞു കാണപ്പെടുന്ന സ്ഥലം ഏതാണ്? പെരിയോസ്റ്റിയം. മനുഷ്യ ശരീരത്തിൻ്റെ കുടൽ ഭിത്തിയിൽ വെച്ച് ചില ബാക്ടീരിയകൾക്ക് ഈ ജീവകം നിർമ്മിക്കാനാകും. അതിനാൽ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട ഈ ജീവകത്തിൻ്റെ അളവ് കുറഞ്ഞാലും അപര്യാപ്തത വരുന്നില്ല. ഇവിടെ പരാമർശിക്കുന്ന ഏത് ജീവകത്തെക്കുറിച്ചാണ്? കെ ആണ്, ജീവകം കെ. ക്യാൻസറായിരുന്നു. അത് ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏതാണ്? മഞ്ഞപ്പനി എന്ന് പറയുമ്പോൾ വൈറസാണ് മഞ്ഞപ്പനി. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസലായിരുന്നു. അടുത്ത എന്തുവാ? കേരള സർക്കാരിൻ്റെ കീഴിലുള്ള സാമൂഹ്യനീതി വകുപ്പിന് BPL വിഭാഗത്തിൽപ്പെടുന്ന പ്രായമായ പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം എന്ന് പറയുന്നത്. വയോമധുരം. കുഞ്ഞുങ്ങൾക്കുള്ള പദ്ധതി എന്തുവായിരുന്നു?
മിഠായി എന്നുള്ളതായിരുന്നു, മിഠായി, പ്രമേഹ രോഗികളായ കുഞ്ഞുങ്ങൾക്ക്. പിന്നെ കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ജൈവവൈവിധ്യ ബോർഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്, തിരുവനന്തപുരം. കാർഡിയോളജി ഏത് അവയവങ്ങളുടെ തകരാറുകൾ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയാണ്? ഏതാണ്? ഹൃദയത്തിൻ്റെയാണ്, ഹൃദയം. ഏതു തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഖരമാണ്. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഊർജ്ജമാണ്, ഊർജ്ജം. അടുത്ത ഏതാണ്? ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തുന്നത്? ഏത് ഫലമാണ്? രാസഫലമാണ്, രാസഫലം. അടുത്ത എന്താണ്? ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയാണ്? 1.62 m/s². ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മോഡൽ അവതരിപ്പിച്ചത് ആരാണ്? ജെ തോംസൺ ആണ് ആറ്റത്തിലെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടുപിടിച്ചത്. ഈ ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏതാണ്? ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സദിശ അളവ് ഏതാണ്? സദിശ അളവ് കണ്ടെത്തുക. പ്രവേഗമാണ്, പ്രവേഗം, സദിശ അളവ്. ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ടാർട്രസിൻ ആണ്, ടാർട്രസിൻ. ഏത് ലോഹത്തിന്റെ അയിരാണ്? കലാമിൻ. കലാമിൻ സിങ്കിന്റെ അയിരാണ്. ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് കെ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്ന? കെ ഏതാണ്? പൊട്ടാസ്യമാണ്, കെ, പൊട്ടാസ്യം. അടുത്ത 20 ക്വസ്റ്റ്യൻ മാത്സ് ആണ്. ആൻസർ മാത്രം പറഞ്ഞു പോകാം. 81ൻ്റെ ആൻസർ എ ആണ്. 81A, 82D, 83D, 84, 84B, 85C ആണ്. 85C, 85C, 86 ക്യാൻസർ ആയിരുന്നു. 87A. അടുത്ത 88B ആണ്. 88B, 89D, 89, 90, 90D, 91A, 92B ആണ്. 93D ആണ്. 94C, 95A, 96B, 97B, 98C, 99B, 100C. ഇത്രയായിരുന്നു ക്വസ്റ്റ്യൻസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.